ഒരു അഫ്ഗാനി പുലാവ് റൈസ് ട്രൈ ചെയ്ത് നോക്കി. വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു റൈസായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമായി. അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു ഞാൻ മാത്രമായിരിക്കും ഇനി നാട്ടിലെ മന്തി കഴിക്കാൻ ബാക്കിയുള്ളതെന്ന്. റീൽസൊക്കെ കാണുമ്പോൾ എല്ലാവരും വളരെ ആസ്വദിച്ച് കഴിക്കുന്നത് കാണുന്നുണ്ട്. ഞാൻ ഇതുവരെയായിട്ട് നാട്ടിലെ മന്തി കഴിച്ചിട്ടില്ല. വൺസ് ഞാൻ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് പോയി. പക്ഷേ ചിക്കന് വിത്തൗട്ട് മേക്കപ്പിൽ കണ്ടപ്പോൾ എനിക്കെന്തോ ഐ വാസ് ഇൻട്രസ്റ്റഡ്. പിന്നെ ഞാൻ മെനു മുഴുവൻ നോക്കിയിട്ടൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അത് കഴിച്ചിട്ട് വീട്ടിൽ പോരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ചെറുപ്പത്തിലെ ലേൺ ചെയ്ത കാര്യങ്ങളൊക്കെ അൺലേൺ ചെയ്യാൻ. വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ബ്രെയിനിൽ ഫീഡായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതൊക്കെ അല്ലേ. ചില ചിട്ടകൾ, ചില ചിന്തകൾ, ചില ഇഷ്ടങ്ങൾ, ചില രുചികളൊക്കെ അവർ മൈൻഡ്സ് വിൽ നെവർ ബി വില്ലിങ് ടു കോംപ്രമൈസ് ഓൺ ദാറ്റ്. അങ്ങനെയായിരിക്കും ചില വിട്ടുവീഴ്ചകൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനും ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള റൈസുകളൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. അറബിക് റൈസ്, ബുഹാരി, അഫ്ഗാനി റൈസൊക്കെ. എനിക്ക് തോന്നുന്നു കേരളത്തിലും മന്തി വന്നേ പിന്നെ ആയിരിക്കും ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു പ്ലെയിൻ റൈസിനോട് നമുക്ക് അമിതമായിട്ടുള്ളൊരു ആഗ്രഹം തോന്നി തുടങ്ങിയത്. കേരളത്തിനെ അപേക്ഷിച്ച് തമിഴ്നാട്ടിൽ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള റൈസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കേർഡ് റൈസ്, പുതിന റൈസ്, ലെമൺ റൈസ്, ടൊമാറ്റോ റൈസ്, പുളിയോദ്ര പോലുള്ള റൈസുകൾ. നമ്മുടെയൊക്കെ വീട്ടിൽ ഇത് 2-3 ദിവസം അടുപ്പിച്ച് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാവുമല്ലേ. നമുക്ക് ചോറും കറിയും തന്നെ വേണം.